ഈ നിധിൻ രാജന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുതിയ അപ്ഡേറ്റിലേക്ക് പോവുകയാണ് കേട്ടോ. കണ്ണൂരിൽ ജീവനൊടുക്കിയ നിധിൻ രാജന്റെ ലോൺ ആപ്പ് ഭീഷണിയുടെ വിവരങ്ങൾ കൂടുതൽ പുറത്തു വരുന്നുണ്ട്. നിധിൻ രാജനും കോളേജിലെ അധ്യാപികയ്ക്കും ഭീഷണി സന്ദേശം ലഭിച്ചു എന്ന് പറയുന്നു. നിഖിൽ വിവരങ്ങളുമായി ചേർന്നു. നിഖിൽ, വിവരങ്ങൾ എങ്ങനെയാണ്? ഏതായാലും ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് നിരന്തരം ഭീഷണി സന്ദേശങ്ങൾ നിതിൻ രാജിനും ഒപ്പം തന്നെ നിതിൻ രാജിന്റെ കോളേജിലെ അധ്യാപികയ്ക്കും ലഭിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്ന സ്ക്രീൻഷോട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ കൃത്യമായി ഈ നിതിൻ രാജിന്റെ ഫോണിലേക്ക് വന്ന മെസ്സേജിൽ ഈ പണം തിരിച്ചടക്കാൻ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് ഞാൻ പാവമാണ്, അതായത് കയ്യിൽ പൈസ ഇല്ല എന്ന രീതിയിൽ പറയുന്നുണ്ട്. പക്ഷെ അവരൊരു ലാസ്റ്റ് ഡേറ്റ് പറയുന്നു, അതിനുള്ളിൽ പണം അടക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇങ്ങനെയുള്ള മെസ്സേജുകൾ നിതിൻ രാജിന് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അധ്യാപികയ്ക്ക് വന്നിരിക്കുന്ന മെസ്സേജ് ഈ പണം അടക്കാൻ നിതിൻ രാജിനോട് ആവശ്യപ്പെടണം, ഇല്ലെങ്കിൽ നിരന്തരം നിങ്ങളെ ഞങ്ങൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും എന്ന ഒരു മെസ്സേജാണ് വന്നത്. ആ പണം അടയ്ക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ ഇങ്ങനെ നിരന്തരം വിളിക്കുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റെഫറൻസ് നമ്പറായി നിങ്ങളുടെ നമ്പറാണ് തന്നിരിക്കുന്നത്, അതിൽ നിന്ന് നിങ്ങളുടെ നമ്പർ മാറ്റാൻ പറയൂ എന്നുകൂടി ഈ മെസ്സേജിൽ ആവശ്യപ്പെടുന്നുണ്ട്. സ്വാഭാവികമായും പോലീസ് ഇന്നലെ പറഞ്ഞതുപോലെ ഈ നമ്പർ നിതിൻ രാജിന്റെ കോളേജിലെ അധ്യാപികയുടെ നമ്പർ ലോൺ ആപ്പിന് എങ്ങനെ ലഭിച്ചു എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ ലോൺ എടുക്കുന്ന സമയത്ത് റെഫറൻസ് ആയി ഈ അധ്യാപികയുടെ നമ്പർ നിതിൻ രാജ് നൽകിയിരിക്കാം എന്നാണ് കരുതുന്നത്. ഈ ഏതായാലും വലിയ രീതിയിലുള്ള ഭീഷണി സന്ദേശങ്ങൾ നിരന്തരം ശരി നിഖിലെ, ഒരുപാട് ദുരൂഹതകൾ നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഈ ലോൺ ആപ്പ് ഭീഷണി അത് ഭീകരമാണ്. എത്ര പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു അല്ലേ ഈ കാലത്തിനിടയിൽ തന്നെ. ഇതിൽ എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അന്വേഷണം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കൂടുതൽ കാര്യങ്ങൾ ആരൊക്കെയാണ് ഇതിൽ പങ്കെടുത്തിരിക്കുന്നത്, എന്തൊക്കെ സമ്മർദ്ദം താങ്ങാൻ വയ്യാതെയാണ് നിതിൻ ജീവൻ ഒടുക്കിയതെന്ന കാര്യമൊക്കെ ഇനി വേണം അറിയാനും.